ഹലോ ഫ്രണ്ട്സ്, ഫ്ലട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫ്ലട്ടറിൻ്റെ ഒരു പുതിയ പ്രോജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ മൊബൈലിലും അതുപോലെ വെബിലും ഇത് റൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലട്ടർ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ നമുക്ക് കാണാം Ctrl+Shift+P എന്നുള്ളത് പ്രസ് ചെയ്യുക. Ctrl+Shift+P. ഇവിടെ നിന്ന് നമ്മൾ ഫ്ലട്ടർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം ന്യൂ പ്രോജക്റ്റ്, അതേ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഫ്ലട്ടർ ആപ്ലിക്കേഷൻ വിത്ത് ഡിസ്ക്രിപ്റ്റീവ് കമാൻഡ്സ് ആൻഡ് ടെസ്റ്റ്, അതേ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു ലൊക്കേഷൻ കൊടുക്കുക. ഇവിടെ നമ്മളൊരു ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. FLTR123 ഫോൾഡർ സെലക്ട് ചെയ്തെടുക്കുക. ദെൻ സെലക്ട് ദി ഫോൾഡർ ടു ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ഇനി നമുക്കിവിടെ ഒരു പേര് കൊടുക്കാം. ഇവിടെ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ളതോ നമുക്കല്ലെങ്കിൽ റീനെയിം ചെയ്യാം. FLTRAPP1 എന്ന് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് റൺ ചെയ്യാം. ഇവിടെ നമുക്ക് F5 അല്ലെങ്കിൽ ഇവിടുന്ന് റൺ എടുക്കാം. നമുക്ക് സ്റ്റാർട്ട് ഡീബഗിങ് കൊടുക്കാം. ഇവിടെ നമുക്ക് ക്രോമിൽ ആദ്യം ഒന്ന് റൺ ചെയ്യാം. ഈ main.dart എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫയൽ. അവിടെ നിന്നാണ് റൺ ആപ്പ് എന്നുള്ളത് വർക്ക് ചെയ്യുന്നത്. മെയിൻ ഫംഗ്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് ആപ്പ് റൺ ആവുന്നത്. ഇപ്പോൾ ഇത് ക്രോമാണ് കാണുന്ന സ്ക്രീന്. ഇപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണാം. ഇവിടെ ഞാൻ റീസൈസ് ചെയ്ത് കാണിക്കാം. എനിക്കിവിടെ ഒരു ബട്ടൺ കാണാം. ഇതാണ് ഒരു സാമ്പിൾ പ്രോജക്റ്റ്. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളുടേത് സക്സസ്ഫുള്ളി വെബിൽ ഇത് റണ്ണായി. ഇനി നമുക്ക് മൊബൈലിൽ ഇതൊന്ന് റൺ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഡിവൈസ് ഒന്ന് ചൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഇവിടെ പിക്സൽ ഫോർ API അങ്ങനെ അത് കൊടുക്കുന്നു. ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമുക്കൊരു വിർച്വൽ ഡിവൈസ് ഇവിടെ റൺ ആവും. ഇപ്പം നമുക്ക് കാണാം നമ്മുടെ പ്രോജക്റ്റ് അതെല്ലാം റൺ ആയിട്ടുണ്ട്.